ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അതിഗംഭീരമായൊരു അപ്ഡേറ്റാണ് നമ്മുടെ സ്വന്തം രാജമൗലിയുടെ പുതിയ മൂവിയായിട്ടുള്ള വാരണാസിയെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ്. ഇത് ശരിക്കും പറഞ്ഞൊരു അഭിമാന നിമിഷം തന്നെയാണ്. ഒരു സിനിമ, അതൊരു നോൺ ഇംഗ്ലീഷ് ചിത്രം ആദ്യമായിട്ടും നമ്മുടെ എന്താ പറയുക ഐമാക്സിൽ ചിത്രീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഐമാക്സിലുള്ളൊരു ടെക്നോളജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ഉള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷെ അത്തരം ആ ഒരു ഫിനാൻഷ്യലി വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഉള്ളത് ഒരു സാങ്കേതിക വിദ്യ പോലും നമ്മുടെ ഒരു ഇന്ത്യൻ മൂവി, ആ ഇന്ത്യൻ മൂവിയിൽ സൗത്ത് ഇന്ത്യൻ മൂവിക്ക് അതും സാധിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരിക്കലും ഇതുവരെ നമുക്ക് കണ്ടതിൽ തന്നെ ഐമാക്സിൽ മാത്രം ചിത്രീകരിക്കുന്നത് നമ്മുടെ സ്വന്തം നോളനും പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള അത് അപ്പോഴും അവർ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഐമാക്സിൽ മാത്രം ചിത്രീകരിക്കുന്നു എന്ന് പറയുന്നതും അത് നമ്മൾ വരാൻ പോകുന്ന നമ്മുടെ സ്വന്തം മഹേഷ് ബാബുയുടെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. കാരണം അദ്ദേഹം സിനിമ ഇറങ്ങിയിട്ട് 3 വർഷത്തോളം ആയി തോന്നുന്നു. അദ്ദേഹം അത്രയും മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സംഭവം കൂടിയാണ്. അപ്പോൾ അത്രമാത്രം ഒരു അദ്ദേഹത്തിനുള്ളൊരു വിശ്വാസവും അല്ലെങ്കിൽ ആ ഒരു കഥയോടുള്ള ക്രേസിനെസ്സും പിന്നെ ദ മാജിക്കൽ ക്രാഫ്റ്റ് മാൻ നമ്മുടെ രാജമൗലി ആയതുകൊണ്ട് പിന്നെ ആർക്കും പിന്നെ 1 2 5 വർഷം വേണമെങ്കിൽ കാത്തിരിക്കും. അമ്മാതിരി സാധനം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു കഴിവുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. എങ്ങനെ പറഞ്ഞാൽ ഒരു കോപ്പി എടുത്ത് ചെയ്തു പല സിനിമകളുണ്ടെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ല് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്ത് തന്നെ വന്നാലും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്ക് ഒരുപാട് എൻജോയബിൾ ആയിരിക്കും. നമ്മൾ ഒരുപാട് കണക്ട് ചെയ്യുന്ന സാധനമുണ്ട്. നമുക്കൊരു ഗൂസ് ബംസ് അവിടെ വരുന്നതിനുള്ള ഒക്കെ അദ്ദേഹത്തിന് ആ ഒരു സ്കെയിൽ അറിയാവുന്നൊരു ഡയറക്ടറാണ്. അത് ചുരുക്കം ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഡയറക്ഷൻ സ്കില്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജമൗലി ചിത്രത്തിൻ്റെ നമ്മളപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. കാരണം അവസാനം പറയുന്നത് RR പറഞ്ഞ സിനിമയായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു സിനിമ പറയുന്നത് നമ്മുടെ സ്വന്തം വാരണാസിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമയുടെ പ്രഖ്യാപനം ബന്ധപ്പെട്ട് തന്നെ ഭയങ്കരമായിട്ട് വാരണാസിയിൽ നിന്ന് അവിടെ ഒരു വലിയ സ്റ്റേജൊക്കെ കിട്ടി ഇങ്ങനെ നമ്മുടെ നായികയുടെ എൻട്രി കാണിച്ചു. പക്ഷേ അതിലൊക്കെ ഭയങ്കര രസമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വേറൊരു ചർച്ച വിഷയമായത് പ്രിയങ്ക ചോപ്രയാണ് നായിക എന്നുള്ളതാണ്. പ്രിയങ്ക ചോപ്ര നായിക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രിയങ്ക ചോപ്ര ഭയങ്കര ഫ്ലെക്സിബിൾ ബോഡി, എങ്ങനെ വേണമെങ്കിൽ തിരിയും മറിയും കലങ്ങും, എന്ത് സംഭവം കാണിക്കും. ആൾ ഹോളിവുഡിലൊക്കെ പോയി കളിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എന്ത് സംഭവം ചെയ്യാൻ പറ്റിയൊരു ലെവലാണ് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു നായിക. ഭയങ്കര പക്ക ഒരു ആപ്റ്റ് ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമയിൽ വില്ലനായിട്ട് വരുന്ന പൃഥ്വിരാജാണ്, മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുകയെന്ന് കേട്ട് കഴിഞ്ഞാൽ വില്ലനായിട്ട് എങ്ങനെയാണ് ശോഭിക്കാൻ പോകണമെന്ന് നമുക്കറിയത്തില്ല. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന വില്ലൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയുണ്ടല്ലോ നമ്മുടെ പള്ളിച്ചട്ടമ്പി, അതിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ബോഡി സ്ട്രക്ചർ തന്നെയാണ് ഈ സിനിമയിൽ വരാൻ പോകുമെന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. എന്തായാലും വരട്ടെ. അദ്ദേഹം ഒരു ചെയറിൽ തന്നെ ഇരുന്നിട്ടുള്ള പരിപാടിയൊക്കെയാണെന്നും ഒരു സൂചനകളുണ്ട്. അപ്പോൾ എന്ത് തന്നെ ഈ ഐമാക്സ് എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കും അല്ലേ? നമുക്കത് ഇപ്പോൾ വന്നിരിക്കുന്ന ഓഡീസി പോലെ ഐമാക്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റിയൽ പ്രിൻ്റ് ആകെ 30 പ്രിൻ്റ് മാത്രമേ ഉള്ളൂ. 30 സ്ഥലങ്ങളിലാണ് കൊടുക്കുന്നത്. പക്ഷേ അതും ഇന്ത്യയിലില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഐമാക്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഞാൻ കാത്തിരിക്കുന്ന വരുമ്പോൾ ഒരു ഐമാക്സിൽ എടുത്ത ആ ഒറിജിനൽ പ്രിൻ്റിൽ നമുക്കൊരു സിനിമ കാണാൻ പറ്റുമല്ലോ. ഐമാക്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയും നല്ലൊരു സാങ്കേതിക വിദ്യയൊക്കെ വരുമ്പോൾ നമ്മളെന്തായാലും ഐമാക്സുള്ള സിനിമ എക്സ്പീരിയൻസ് അനുഭവിക്കാനായിട്ട് പോകുമല്ലോ, എല്ലാം ആസ്വദിക്കാനൊക്കെ പോകും. അപ്പോൾ അതെന്തായാലും ഇതിൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റിയത് എനിക്ക് തോന്നിയത് ഒന്ന് മഹേഷ് ബാബു. എനിക്ക് ഭയങ്കര അദ്ദേഹത്തിൻ്റെ സിനിമ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ അദ്ദേഹം സിനിമ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇതിൽ രണ്ടാമത് വരുമ്പോൾ രാജമൗലിൻ്റെ ആ ഒരു ഡയറക്ഷൻ സ്കില്ല് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സിനിമ ഇത്രയും ഒരു ഹൈ ബഡ്ജറ്റിൽ സിനിമ എടുക്കാൻ പോകുമെന്ന് പറയുമ്പോൾ തന്നെ അതും ഈ നമ്മുടെ ആഫ്രിക്കൻ കാടുകളുടെ ഉൾക്കാടുകൾക്കുള്ള കാടുകളിലൊക്കെയാണ് കയറി ഇറങ്ങി ഈ സിനിമ ചെയ്യാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു ആകാംക്ഷയും. അപ്പോൾ ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു സിനിമയായിട്ടാണെന്ന് എനിക്ക് സൂചനയിൽ തോന്നിയിരുന്നു. പക്ഷേ എന്തൊരു അഡ്വഞ്ചർ തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം തൊടാത്തൊരു ഫീൽഡ് അദ്ദേഹം ഒരു വേൾഡ് ലെവലിലേക്ക് അദ്ദേഹം ഇത് ഇറക്കാനുള്ള ഉദ്ദേശം കൂടി ഉണ്ട്. കാരണം ഈ ഒരു RRൻ്റെ ഒരു സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ട് ഹോളിവുഡിലാണെങ്കിൽ പോയപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ സ്വന്തം ജെയിംസ് ക്യാമറോൺ പോലും വന്നിട്ട് ഇദ്ദേഹത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു വീഡിയോയും അങ്ങനെയുള്ള കാര്യമെല്ലാം കണ്ടു. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇനി വേൾഡ് മാർക്കറ്റിലേക്ക് ഇദ്ദേഹത്തിന് എന്ന ഒരു ഡയറക്ഷൻ്റെ പ്രൊഡക്ഷന് വാല്യൂ ഉണ്ട് എന്ന് കാണിക്കാനുള്ളൊരു സംഭവം കൂടി ആയിരിക്കാം അദ്ദേഹം ഈ സിനിമയിലൂടെ ചിലപ്പോൾ അദ്ദേഹം ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ തന്നെ കാരണം ഒരു ആസ് യൂഷ്വൽ ഇന്ത്യൻ ഒരു ഇമോഷണൽ സിനിമയായിട്ട് വരികയാണെങ്കിൽ പോലും അതിലേക്ക് ഈ ഒരു സാധനം കൂടി ഇറക്കുകയാണെങ്കിൽ
അതൊരു ഗ്ലോബൽ ഒരു എൻട്രി ആയിട്ട് മാറും ഇന്ത്യൻ സിനിമയുടെ. അതും ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോകുന്നൊരു സിനിമയായി മാറും. അത് വല്ലാത്തൊരു ഒരു എന്താ പറയുക, നമുക്കൊരു ആസ് എ ഇന്ത്യൻ ഇല്ലെങ്കിൽ ആസ് എ സൗത്ത് ഇന്ത്യൻ പറയുന്നൊരു വലിയൊരു അഭിമാന ഒരു നിമിഷമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ രാജമൗലിയെക്കുറിച്ച് എടുത്ത് വല്ലതും പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഓൾറെഡി അയാൾ പ്രൂവ്ഡാണ് അദ്ദേഹത്തിൻ്റെ സ്കിൽ എന്താണെന്നും അദ്ദേഹം എങ്ങനെയാണ് സിനിമ എടുക്കുക, അദ്ദേഹം സിനിമയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും താഴ്ചയും വീഴ്ചയൊക്കെ എന്തൊക്കെയാണ് അദ്ദേഹം വളരെ കണ്ണിങ് ആയിട്ട് അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഈച്ചിനെ വെച്ച് ഇത്രയും സിനിമ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മനുഷ്യനെ കിട്ടുമ്പോൾ നല്ല ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറിനെ കിട്ടുമ്പോൾ എങ്ങനെയുള്ള ആൾ മിസ്യൂസ് ചെയ്യില്ല. മഹേഷ് ബാബുവിനെ പോലൊരു വലിയൊരു ആക്ടറാണ്. അത് അവിടുത്തെ സൂപ്പർ സ്റ്റാറൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ 3 വർഷം ലോക്ക് ചെയ്തു. ഇപ്പോഴും ഈ സിനിമ കഴിഞ്ഞിട്ടില്ല. അത് വേറെ കാര്യം. ഒരു ടീസറെങ്കിലും വന്ന് ഒരു ട്രെയിലറെങ്കിലും എന്തെങ്കിലും വന്നാണെങ്കിലും ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെ ഓണായി തന്നെ. പക്ഷെ എന്തായാലും പടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഹേഷ് ബാബുവിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു മൂവിയായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ഇന്ത്യൻ പശ്ചാത്തലവും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ സിനിമ പോകുന്നത് അറിയണമെങ്കിൽ സിനിമ തന്നെ വരണം. ഇനിയിപ്പോൾ ഇതിൽ 1 2 3 പാർട്ടൊക്കെ വരുമോ ഒന്നും നമുക്കൊന്നും അറിയത്തില്ല. അതൊക്കെ രാജമൗലി എന്ന ആ ഒരു മജീഷ്യൻ്റെ കയ്യിലുള്ളൊരു കൺഫർമേഷനാണ്. എന്തായാലും ഈ ഒരു സിനിമ ഐമാക്സിൽ എത്തുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നമുക്കെന്താ പറയുക, ആകാംക്ഷയും ഇല്ലെങ്കിൽ നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും അല്ലേ. ഒരു ഐമാക്സിൽ പൂർണ്ണമായി എടുക്കുന്ന സിനിമ നമുക്ക് നേരിട്ട് അതേ റിയൽ പ്രിൻറ്റിൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. അപ്പോൾ എന്തായാലും വരട്ടെ, സിനിമേൻ്റെ ഈ മറ്റ് അപ്ഡേറ്റുകൾ ഇനിയും വരാനുണ്ട്. വാരണാസി പോലുള്ള സിനിമയിൽ ഇനി എന്തൊക്കെ അപ്ഡേറ്റ് വരാനുണ്ടെന്ന് അവർക്ക് മാത്രമല്ല. കാരണം സിംഗിൾ പോലും ഇറക്കിയില്ല, ഒന്നും ഇറക്കുന്നില്ല. ആകെ ഒരു പോസ്റ്റർ ഉണ്ട് ഇറക്കി തന്നു, അത്രയും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ പോസ്റ്ററും മറ്റേ 3 പോസ്റ്റർ ഉണ്ട് ഇറക്കി തന്നു. പിന്നെ അതോടെ കഴിഞ്ഞ് പിന്നെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത്രയും കഴിച്ച് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. മഴയൊക്കെയാണ് ഉള്ളത്. ആവേശത്തിൽ ഒരിക്കലും നാട് വിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകരുത്. കാരണം മഴയാണ്, എന്തും സംഭവിക്കാം എവിടെയും. എല്ലാവരും സേഫായിരിക്കും. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.